1997 പുറത്തിറങ്ങിയ നീ വരുവോളം എന്ന ചിത്രത്തിലെ ശോകരസം പുരണ്ട ഈ പ്രണയഗാനവും അതിൽ പ്രത്യക്ഷപ്പെട്ട നടിയെയും മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കില്ല. ദിലീപിന്റെ നായികയായി എത്തിയ ദിവ്യ ഉണ്ണി അവതരിപ്പിച്ച കഥാപാത്രത്തെക്കാൾ പ്രേക്ഷക മനസ്സിൽ തങ്ങി നിന്നത് സുധയെന്ന ചേച്ചിയുടെ കഥാപാത്രം ചെയ്ത രേഖാ മോഹനാണ്. ദുഃഖരംഗങ്ങളെ, ശോകഭാവങ്ങളെ അന്യാദൃശ്യമായ ഭംഗിയോടെ തിരശ്ശീലയിൽ അവതരിപ്പിച്ച രേഖാ മോഹൻ കരിയറിന്റെ തുടക്കത്തിൽ ലഭിച്ച കഥാപാത്രങ്ങളുടെ മികവ് കൊണ്ട് സൗഭാഗ്യവതിയായ നടിയെന്ന പേര് കേട്ടു. എന്നാൽ രേഖ ഭാഗ്യവതിയായിരുന്നില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രേഖ വിവാഹിതയായിരുന്നു. ഭർത്താവ് മോഹനകൃഷ്ണന് അവരെക്കാൾ 10 വയസ്സ് കൂടുതലുണ്ട്. രേഖാ മോഹൻ എന്ന പേരിനേക്കാൾ ഭൂരിപക്ഷം മലയാളികളും അവരെ അറിയുന്നത് മായമ്മ എന്ന പേരിലാണ്. മലയാള മനോരമ ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ജോയ്സിയുടെ മെഗാ ഹിറ്റ് നോവലായ സ്ത്രീജന്മം ടെലിവിഷൻ പരമ്പരയായപ്പോൾ രേഖാ മോഹൻ അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു മായമ്മ. സങ്കടക്കടൽ നെഞ്ചിലൊളിപ്പിച്ച മായ എന്ന പെൺകുട്ടിയുടെ രൂപഭാവങ്ങൾ രേഖയിൽ ഭദ്രമായിരുന്നു. സാന്ദ്രാസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന ബാനറും ബൈജു ദേവരാജ് എന്ന പേരും ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതമായത് സ്ത്രീജന്മത്തിലൂടെയായിരുന്നു. സൂര്യ ടിവിയിൽ സ്ത്രീജന്മം സംപ്രേഷണം ആരംഭിച്ചതു മുതൽ അവസാനിച്ചതുവരെ ഏതാണ്ട് 100ഓളം സീരിയലുകൾ വിവിധ ചാനലുകൾ അതിനെതിരെ കൊണ്ടുവരികയും പരാജയം നുണയുകയും ചെയ്തു എന്നതായിരുന്നു സത്യം. പക്ഷേ ചരിത്രമായ മായമ്മ എന്ന ഗംഭീര കഥാപാത്രത്തെ കൈവിട്ട് കളഞ്ഞതായിരുന്നു രേഖാ മോഹന്റെ നിർഭാഗ്യരേഖ തെളിയിച്ചത്. 150ഓളം എപ്പിസോഡുകൾ ഹൃദയത്തിൽ തൊട്ട് അഭിനയിച്ച രേഖ മുന്നറിയിപ്പില്ലാതെ ഏഷ്യാനെറ്റ് പരമ്പരയായ സ്നേഹദൂരത്തിലേക്ക് കൂടുമാറി. എന്നാൽ ജോയ്സിയുടെ മെഗാഹിറ്റ് കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ രേഖയ്ക്ക് പകരക്കാരിയായി എത്തിയത് ചലച്ചിത്ര താരം ചിപ്പിയായിരുന്നു. ചിപ്പിയുടെ പരിചിത മുഖവും ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദവും ചേർന്ന് മായമ്മയെ സംരക്ഷിച്ചു പിടിച്ചപ്പോൾ ദുർവാശിക്കാരിയായ നായിക എന്ന പേര് നേടാനേ ആ പിന്മാറ്റം രേഖയ്ക്ക് ഉപകരിച്ചുള്ളൂ. സ്ക്രീനിൽ കരയുവാൻ രേഖയ്ക്ക് ഗ്ലിസറിൻ വേണ്ടിയിരുന്നില്ല. ദിലീപിന്റെ ചേച്ചിയായി ബലാത്കാരത്തിനിരയായി ആത്മഹത്യ ചെയ്യുന്ന നീ വരുവോളം എന്ന ചിത്രത്തിലെ കഥാപാത്രം രേഖ സുന്ദരമായി പകർന്നാടി. വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളെ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർക്കൊപ്പം ശക്തമായ വേഷങ്ങൾ കുറ്റമറ്റതായി ചെയ്യാൻ രേഖയ്ക്ക് കഴിഞ്ഞു. ഉദ്യാനപാലകനിൽ കലാഭവൻ മണിക്കൊപ്പം രേഖ തിളങ്ങി. മമ്മൂട്ടിയുടെ സഹോദരിയായ വിധവയായി സങ്കടം വിതുമ്പുന്ന മുഖവുമായി രേഖ സമാനതകളില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. മോഹൻലാലിനൊപ്പം ഒരു യാത്രാമൊഴിയിലും രേഖ അഭിനയിച്ചു. യാത്രാമൊഴിയുടെ സെറ്റിൽ നിന്ന് രേഖ ഇറങ്ങിപ്പോയതോടെയാണ് അവരുടെ സിനിമാ കരിയർ അവസാനിച്ചത്. അഭിനയിക്കാനായി ഫ്ലൈറ്റിൽ പറന്നെത്തിയിരുന്ന അവർക്ക് സിനിമയിലെയോ സീരിയലിലെയോ നടീനടന്മാർക്ക് സ്വപ്നം കാണാനാവാത്ത തരം അതിസമ്പന്നമായൊരു ജീവിതമുണ്ടായിരുന്നു. അഭിനയ ജീവിതത്തിന് തിരശ്ശീലയിട്ട് അവർ ഭർത്താവിനൊപ്പം വിദേശത്ത് സെറ്റിൽഡായി. ഇതിനിടയിൽ ബ്രസ്റ്റ് ക്യാൻസർ അവരെ കീഴടക്കി. അർബുദത്തെ സധൈര്യം നേരിട്ടുവെങ്കിലും ഒരു കുഞ്ഞു ജനിക്കാനുള്ള സാധ്യതകളെ ഡോക്ടർമാർ തള്ളിക്കളഞ്ഞു. രേഖാ മോഹന് ജീവിതത്തിലെ വലിയ നിരാശ അതായിരുന്നു. 2016 നവംബറിൽ വീട് പണിയുടെ മേൽനോട്ടങ്ങൾക്കായി നാട്ടിലെത്തിയ രേഖയെ തൃശൂരിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കേവലം 40കളിൽ ജീവിച്ചിരുന്ന നടിയെ മരണം കൂട്ടിക്കൊണ്ടുപോയത് ഹൃദയാഘാതത്തിന്റെ രൂപത്തിലായിരുന്നു. ജീവിതത്തിൽ ഒരു നിമിഷം പോലും ചിരിക്കാതെ ഇരിക്കാൻ കഴിയാത്തവളായിരുന്നു രേഖ. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും തുറന്നടിക്കുന്നവൾ. എന്നിട്ടും ഇന്നും എല്ലാ മലയാളികളുടെയും മനസ്സിൽ അവർ ദുഃഖപുത്രിയാണ്. സർവം സഹയായ മായമ്മ. ഇനിയും അറിയപ്പെടാത്ത സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.